أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ മജ്ലിസിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ഹസ്ന മാമിനെ ബഹുമാനപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇസ്ലാമിക വിശ്വാസപ്രകാരം ദൈവത്തിന്റെ അഥവാ അള്ളാഹുവിന്റെ ദൂതന്മാരാണ് പ്രവാചകർ. അവർക്ക് ദൈവത്തിൽ നിന്നും സന്ദേശങ്ങൾ എത്തിക്കപ്പെടുന്നു. കാലാകാലങ്ങളായി ഭൂമിയിൽ ജീവിച്ചു പോന്ന മനുഷ്യ സമുദായങ്ങളിൽ തിന്മകൾ അധികരിക്കുമ്പോഴാണ് ആ സമുദായങ്ങളിലേക്ക് ഓരോ പ്രവാചകന്മാരും അയക്കപ്പെട്ടിരുന്നത്. ഉന്നത സ്വഭാവ മഹിമകൾക്കുടമയും സംസ്കാര സമ്പന്നരും പക്വമതികളുമായ മനുഷ്യരാണ് പ്രവാചകന്മാർ എന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കുന്നു. പ്രവാചകത്വം വെളിവാക്കാനായി ചില അത്ഭുത ദൃഷ്ടാന്തങ്ങൾ അഥവാ കഴിവുകൾ പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് സൃഷ്ടാവ് നൽകിയിട്ടുണ്ട്. ഉദാഹരണം മൂസ അലൈഹിസ്സലാമിന്റെ വടി. ഈസാ നബി അലൈഹിസ്സലാം പ്രസവിച്ച ഉടനെ തന്റെ മാതാവിന്റെ പാതിവൃത്യം ചോദ്യം ചെയ്തവരോട് സംസാരിച്ചതു എല്ലാം ഇത്തരം സവിശേഷ കഴിവുകളായിരുന്നു. എന്നാൽ ഇവയൊന്നും സ്ഥിരമായി ഈ പ്രവാചകന്മാർക്ക് ലഭിച്ചിരുന്നില്ല. സവിശേഷ സാഹചര്യങ്ങളിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നൽകപ്പെട്ടവയായിരുന്നു ഇവയെല്ലാം. സൃഷ്ടാവായ ദൈവത്തിന്റെ അധികാരത്തിൽ ഒരു തരത്തിലുള്ള പങ്കാളിത്തവും പ്രവാചകന്മാർക്കില്ലെന്നും സർവ അധികാരവും ഏകനായ ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. പ്രവാചകന്മാർ നിയുക്തരാകാത്ത ഒരു സമൂഹവും കടന്നുപോയിട്ടില്ലെന്നും സർവദേശങ്ങളിലും കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇപ്രകാരം നിയോഗിക്കപ്പെട്ട 1,20,000-ത്തിലേറെ വരുന്ന പ്രവാചകന്മാരിൽ 25 പ്രവാചകന്മാരുടെ പേരുകൾ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إنا أوحينا إليك كما أوحينا إلى نوح والنبيين من بعده وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وعيسى وأيوب ويونس وهارون وسليمان وآتينا داود زبورا. പ്രിയ സഹോദരിമാരെ, ഓരോ പ്രവാചകന്മാരുടെ ജീവിതങ്ങളും ഓരോ പാഠങ്ങളാണ്. ഇൻഷാ അല്ലാഹ് പ്രവാചക ചരിത്രത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഒരുപാട് മൂല്യങ്ങൾ, ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ തലക്കെട്ട് പോലെ പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ പ്രവാചകന്റെ ജീവിത പാഠങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോവാൻ ഉദ്ദേശിക്കുന്നത്. അയ്യൂബ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പരീക്ഷണങ്ങളുടെ, പ്രത്യാശകളുടെ, പ്രാർത്ഥനകളുടെ, ഈമാനിന്റെ, തഖ്വയുടെ പാഠങ്ങൾ നാം ഓരോരുത്തരും മനസ്സിൽ ഏറ്റിക്കൊണ്ട് നടക്കും. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അതിലേക്കായിട്ട് ഒരു നോക്കാനാണ് ഉദ്ദേശിക്കുന്നത്. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين.
فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒട്ടും വൈകിക്കാതെ നമ്മുടെ വിഷയാവതരണത്തിലോട്ട് കടക്കാം. അതിനായിട്ട് ഹസ്ന മാമിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജസാക്കല്ലാ ഖൈർ ആയിഷ, ബാറക്കല്ലാഹു ഫീക്ക്. വളരെ നല്ലൊരു ഇൻട്രഡക്ഷൻ ആയിരുന്നു ഈ ഒരു പ്രഭാഷണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട 2 ആഴ്ചകളാണ് ആയിഷ ഇവിടെ നമ്മൾക്ക് മുൻപിൽ ഇതിനില്ല വളരെ നല്ല രീതിയിൽ ഊതി കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي خلق الأرض والسماء وأوحى إلى المرسلين والأنبياء والصلاة والسلام على سيد الأنبياء وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. നൂറുൽ ഖുർആൻ അക്കാഡമിയുടെ തസ്കിയ ക്ലാസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ എല്ലാമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും ബർക്കത്തും സലാമും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ ദുആ ചെയ്യുന്നു. റബ്ബ് നമ്മളുടെ ഈ ഒരു ഇരുത്തം ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന ഒരു ഇരുത്തമാക്കി മാറ്റുകയും നമ്മളുടെ ഏടുകളിൽ ഇത് ഏറ്റവും തൂക്കമേറിയ ഒരു സൽക്കർമ്മമായി റബ്ബ് രേഖപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഓരോ ആയത്തുകളും സൂറകളും വാക്കുകളും അതിന്റെ ഹക്ക് എന്താണെന്നും അതേ രീതിയിൽ ഖിറാഅത്ത് ചെയ്യുവാനും മനസ്സിലാക്കുവാനും തദബ്ബുർ ചെയ്യുവാനും അമലാക്കുവാനും നമ്മൾക്ക് ആഫിയത്തും ഹിദായത്തും ഹിക്മത്തും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഒരുമിച്ച് ദീനിന്റെ മാർഗത്തിൽ ഇൽമ് നേടാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഈ ഒരു യാത്ര നമ്മുടെ മരണം വരെ റബ്ബ് സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ. നമ്മളുടെ ഈ ഒരു ജീവിതത്തിൽ പരീക്ഷണങ്ങളാൽ നിറഞ്ഞ ഈ ഒരു ജീവിതത്തിൽ റബ്ബിന്റെ ദീനിനെ മുറുകെ പിടിക്കുക എന്നുള്ള ഒരു മെസ്സേജ് അത് എന്നും മുറുകെ പിടിക്കാനുള്ള ബുദ്ധിയും ശക്തിയും മനസാന്നിധ്യവും നമ്മൾക്ക് ഏവർക്കും മേലുണ്ടാകട്ടെ. അങ്ങനെ ഒരു കഥയുമായിട്ടാണ്, ആ കഥയിൽ നിന്നുള്ള പാഠങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ റബ്ബ് എനിക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമ്മളുടെ എല്ലാ കഴിവുകളോടുകൂടി നമ്മൾ റബ്ബിനോട് എല്ലാം തന്നെ ഭരമേൽക്കുന്നു. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. അൽഹംദുലില്ലാ. സൂറ അൻ-നിസാ, സൂറ അൽ-അൻആം, സൂറ അൽ-അൻബിയാ വസൂറ അസ്-സാദ്, ഈ 4 സൂറകളിലാണ് ഹസ്രത്ത് അയ്യൂബ്, നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാമിനെ കുറിച്ച് പരാമർശം വന്നിട്ടുള്ളത്. സൂറ അംബിയായിലെ ആയത്തുകളാണ് ആയിഷ ഓതി കേൾപ്പിച്ചത്. സൂറ സാദിലും ഇതേപോലെ തന്നെ ഉള്ള
4 ആഴ്ചകളുള്ളതായി നമ്മൾക്ക് കാണാൻ പറ്റും. 41 മുതൽ 44 വരെയുള്ള ആഴ്ചകൾ. ക്ഷമയുടെ ഒരു പര്യായമായിട്ടാണ് അയ്യൂബ് അലിഹിസ്സലാമയെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇബ്നു കസീറിന്റെ ഖസസുൽ അംബിയ എന്ന് പറഞ്ഞ ആ ഒരു രചനയില് അദ്ദേഹം പറയുകയാണ്, ഇബ്നു ഇസ്ഹാഖ് പറയുന്നു, ഈ അയ്യൂബ് അലിഹിസ്സലാം കാന റജുലൻ മിന റൂമിൽ നിന്നുള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരാളായിരുന്നു അയ്യൂബ് അലിഹിസ്സലാം എന്നാണ്. ഈ അയ്യൂബ് അലിഹിസ്സലാം ഇസ്ഹാഖ് അലിഹിസ്സലാമയുടെ സന്തതി പരമ്പരയിൽ ഉള്ള ആളായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ 2-3 ലിങ്കുകൾ വേറെയാണെങ്കിലും ഇസ്ഹാഖ് അലിഹിസ്സലാമയുടെ തലമുറയിൽ നിന്നാണ് അയ്യൂബ് അലിഹിസ്സലാമ വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ യാക്കൂബ് അലിഹിസ്സലാമയുടെ പുത്രിയായിരുന്നുവെന്നും അതേപോലെ തന്നെ യൂസുഫ് അലിഹിസ്സലാമയുടെ പുത്രിയാണെന്നുമുള്ള അങ്ങനെ 2-3 അഭിപ്രായങ്ങളുണ്ട്. ഏതൊക്കെയാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല വളരെയധികം ഈ ദുനിയാവിലെ ഫദ്ലായിട്ട് ബ്ലെസ് ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് കുറേയധികം, അതായത് കസീറുൽ മാൽ, വളരെയധികം വെൽത്ത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, കുറേയധികം പണം ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും എങ്ങനെയെന്ന് വെച്ചാൽ പല വിധത്തിലുള്ള വെൽത്ത്, സ്വത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് സ്വർണമാകട്ടെ, വെള്ളിയാകട്ടെ, കന്നുകാലികളാകട്ടെ, കൃഷിയിടങ്ങളാകട്ടെ, എസ്റ്റേറ്റുകളാകട്ടെ, ബിൽഡിങ്സ് ആകട്ടെ, അതേപോലെ തന്നെ ലാൻഡുകൾ, ബിത്നിയ മുതൽ ഹൗറാൻ, ബിത്നിയ മുതൽ ഹൗറാൻ വരെയുള്ള രാജ്യം, ലാൻഡ് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം വളരെയധികം അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുന്ന ഒരു അടിമയായിരുന്നു. അങ്ങനെ 70 വർഷത്തോളം അദ്ദേഹത്തിന്, ഇത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബവും വളരെയധികം വലുതായിരുന്നു. സുബ്ഹാനല്ലാഹ്. കുറേ മക്കളും കുറേ ബന്ധുമിത്രാദികളുമുള്ള വളരെ പ്രോസ്പെറസ് ആയിട്ട്, വളരെ വളരെ സന്തോഷത്തോടു കൂടി, വളരെ വിസ്തീർണമായി എല്ലാം കൊണ്ടും നൽകപ്പെട്ട അദ്ദേഹത്തിന്റെ ഫദ്ലുകളെല്ലാം റബ്ബ് വളരെയധികം വിശാലമാക്കി കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു അയ്യൂബ് അലൈഹിസ്സലാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ, അദ്ദേഹത്തിന്റെ ആൾക്കാരിലേക്ക് അയക്കപ്പെട്ട ഒരു ദൈവദൂതൻ കൂടി ആയിരുന്നു. അങ്ങനെ 70 വർഷം എന്ന് പറയപ്പെടുന്നു അദ്ദേഹം വളരെ പ്രോസ്പെറസ് ആയിട്ട് അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു കലാമിറ്റി, ഒരു ദുരന്തം ഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ടു. മക്കൾ അദ്ദേഹത്തിന്റെ വീടിന്റെ മേൽക്കുര വീണ് മരിച്ചു എന്നുള്ളൊരു റിവായത്തുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശാരീരികമായി ഒരു ഇൽനെസ്, ഒരു രോഗം വരികയും അദ്ദേഹം ഒരു എന്താ പറയാ, സ്കിന്നിൽ, അദ്ദേഹത്തിന്റെ ചർമ്മത്തിന് ഒരു രോഗം ബാധിക്കുകയും അതിൽ നിന്ന് വളരെയധികം ദുർഗന്ധം വമിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സ്വത്തും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ട അയ്യൂബ് അലൈഹിസ്സലാമയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മക്കൾ വിട്ടുപോയി എന്നാണ് പറയുന്നത്. അത് എങ്ങനെ വിട്ടുപോയാലും അദ്ദേഹത്തിന് ആ മക്കളെ നഷ്ടമായി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും 1-2 സഹോദരന്മാരോ അതോ കൂട്ടുകാരോ, അവര് മാത്രമാണ് കൂട്ടുകാർ മാത്രമാണ് അദ്ദേഹത്തെ ഉണ്ടായിരുന്നത്. ഒരു ഭാര്യ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഈ അയ്യൂബ് അലൈഹിസ്സലാമയെ, ഒരു ചർമ്മരോഗത്തിന് അടിമപ്പെട്ടു പോയ ഇദ്ദേഹത്തെ ഈ ഒരു അസുഖം പെട്ടെന്നൊന്നും മാറിയില്ല, അത് നീണ്ടു നിന്നു.
എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിന്റെ എല്ലാ കൂട്ടുകാരും എല്ലാ ബന്ധുമിത്രാദികളും അദ്ദേഹത്തിൽ നിന്ന് മാറി അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കി. പിന്നീടും ഈ ഒരു രോഗം മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ടൗണിൽ നിന്ന്, അദ്ദേഹത്തിന്റെ സ്ഥലത്തിൽ നിന്ന് അവരെ പുറത്താക്കുകയും ഈ ഒരു കച്ചറകൾ അല്ലെങ്കിൽ കച്ചറകൾ ഒക്കെ കൂട്ടിയിടുന്ന ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലത്തായി പിന്നീട് അദ്ദേഹത്തിന്റെ താമസം എന്ന് പറയപ്പെടുന്നു. ഒരു പ്രവാചകനും ഇത്രയധികം നാണം കെട്ടിട്ടില്ല, അല്ലെങ്കിൽ നിന്ദ്യത അനുഭവിച്ചിട്ടില്ല. സ്വന്തം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ഒരു എന്താ പറയാ, ഒരു ഗാർബേജ് അല്ലെങ്കിൽ അതിന്റെ അടുത്ത് താമസിക്കേണ്ടി വന്നു എന്നുള്ള ഒരു പരീക്ഷണം കൂടി അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഈ ഏതെല്ലാ സമയങ്ങളിലും അദ്ദേഹം അള്ളാഹുവിനോട് ഒരിക്കൽ പോലും പരാതിയോ അല്ലെങ്കിൽ ഈ ഒരു അസുഖം എനിക്ക് മാറ്റിത്തരണേ എന്നൊരു പ്രാർത്ഥനയൊന്നുമില്ലാതെ വളരെ ശുക്രോടുകൂടി അദ്ദേഹം എല്ലാ വേദനകളും വ്യാധികളും ബുദ്ധിമുട്ടുകളും തൻ്റെ ആ ഒരു നമ്മൾക്കെല്ലാം ഇമാജിൻ ചെയ്യാൻ പറ്റുള്ള സഹോദരിമാരെ വളരെ നല്ല രീതിയിൽ ജീവിച്ചിട്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥ, ആരെയും സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, സ്വന്തം സഹായം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥ, പിന്നീട് സഹായിക്കാൻ ആരും ഇല്ലാതാകുന്ന അവസ്ഥ, വളരെ സന്തോഷത്തോടു കൂടി വലിയൊരു കുടുംബമായി ഒന്നിച്ച് താമസിച്ചതിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥ, സ്വന്തം മക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകാർ എല്ലാവരും ഇല്ലാതാകുന്ന ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലൂടെ ശുക്രോടുകൂടി അദ്ദേഹം ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ഭാര്യ, ഇവരായിരുന്നു അവിടെ അവരുടെ ആൾക്കാർക്ക് പോയിട്ട് അവർക്ക് കൂലിക്ക് പണിയെടുത്ത് അവിടെ നിന്ന് കാശ് വാങ്ങിച്ച്, കൂലി വാങ്ങിച്ച്, അതിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് ഇദ്ദേഹത്തിന് ഹിദ്മത്ത്, ഇദ്ദേഹം എങ്ങനെയാണോ എന്നെ നല്ല അവസ്ഥയിൽ നോക്കിയത്, ആ ഒരു നന്ദി കാരണം, അള്ളാഹുവിനോടുള്ള പേടി കാരണം ആ സ്ത്രീ അവരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയും ഏറ്റവും ഉയർന്ന പ്രതിഫലം നൽകി സ്വർഗത്തിൽ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. അങ്ങനെ ആ ഒരു സ്ത്രീ അവര് ജോലിക്ക് പോവുകയും ഈ അയ്യൂബ് സ്വന്തം ഭർത്താവിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അവര് നിറവേറ്റി പോകുന്നു. അവർക്ക് അയ്യൂബ് അലൈഹി ഇസ്ലാമേക്ക് ഭക്ഷണം കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു രോഗം കാരണം അദ്ദേഹത്തിന്റെ ഈ മസിൽസ്, അതായത് മാംസമെല്ലാം ഇല്ലാതാകുകയും അദ്ദേഹത്തിന്റെ എല്ലും ഞരമ്പും മാത്രമായി തീരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് എണീക്കണം എന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും സപ്പോർട്ട് വേണമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകാനൊക്കെ ഉള്ളപ്പോൾ ഇവര് കൊണ്ടുപോയി അവിടെ കൊണ്ടാക്കും. കഴിഞ്ഞു എന്ന് അയ്യൂബ് അലൈഹി സ്വലാം വിളിക്കുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് കൊണ്ടുവരും, ക്ലീൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ചെയ്തുകൊണ്ടിരുന്നു. അവര് എന്താ പറയാ, എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട ഒരു അവസ്ഥ. അങ്ങനെ ഒരു ദിവസം ഈ ഒരു സ്ത്രീ അവരുടെ ഒരു ദുഃഖം കൊണ്ട് അവര് ചോദിച്ചു, യാ അയ്യൂബ്, നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ റബ്ബിനോട്, അല്ലെങ്കിൽ താങ്കൾക്ക് ഇനിയും താങ്കളുടെ റബ്ബിനോട് ദുആ ചെയ്യാനായില്ലേ അയ്യൂബ് എന്ന് ചോദിച്ചപ്പോൾ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമക്ക് വിഷമമായി, ദേഷ്യം വന്നു. ചോദിച്ചു, 70 വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ സന്തോഷിച്ച് താമസിച്ച ഞാൻ ഒരു 70 വർഷമെങ്കിലും അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ഈ ഒരു പരീക്ഷണത്തെ ക്ഷമയോടെ ഞാൻ കടക്കണ്ടേ? അതേപോലെ തന്നെ വേറൊരു റിവായത്ത് വരുന്നു, ഈ ശൈത്താൻ ഈ ഒരു ഭാര്യയെ ദുർബോധനം ചെയ്യുകയും ഇത്ര നാളും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചിരുന്ന അയ്യൂബിനെ ഒന്ന് വേറൊരു, അതായത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കാൻ ഈ ഒരു ഭാര്യയെ പ്രേരിപ്പിച്ചു ഷൈത്താൻ. അത് ഈ ഭാര്യ അയ്യൂബ് അലൈഹി ഇസ്ലാമയോട് പറയുകയും അയ്യൂബ് അലൈഹി ഇസ്ലാം ദേഷ്യപ്പെടുകയും, എന്തെങ്കിലും എൻ്റെ അസുഖം മാറിയാൽ ഞാൻ നിന്നെ 100 പ്രാവശ്യം ഞാൻ നിന്നെ അടിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്ന് പറയപ്പെടുന്നു. അത് റിലയബിൾ അല്ല, ബട്ട് ഈ ഒരു കഥയിൽ പറഞ്ഞു എന്നുള്ളത്.
പക്ഷെ എന്നാൽ കൂടി അയ്യൂബ് അലൈഹിസ്സലാമയുടെ ഈ ഒരു ഓർമ്മപ്പെടുത്തലിൽ ആ ഒരു ഭാര്യ അവർ വീണ്ടും എന്താ പറയാ എന്താ പറയാ ആ ഒരു മാർഗത്തിൽ നിന്ന് പിന്മാറുകയും നമ്മളോട് വീണ്ടും നന്ദി കാണിച്ച് ആ ഒരു ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. കുറെ നാള് കഴിഞ്ഞപ്പോൾ അയ്യൂബ് അലൈഹിസ്സലാമയുടെ ഭാര്യയാണ് നമ്മളുടെ ഇടയിൽ വന്നിട്ട് ഈ ഖിദ്മത്ത് ചെയ്യുകയും നമ്മളുടെ വീട്ടുകളിലൊക്കെ പ്രവേശിക്കുകയും നമ്മളുടെ മാർക്കറ്റിൽ കൂടെയൊക്കെ നടക്കുകയും ചെയ്യുന്നതെന്നും ഇതുവരെയായിട്ടും അയ്യൂബിന്റെ അസുഖം മാറിയിട്ടില്ല, അതെപ്പോ വേണമെങ്കിലും ഈ ഒരു സ്ത്രീ മുഖേന നമ്മൾക്ക് വന്നെത്താവുന്നതേ ഉള്ളൂ എന്ന് ഈ ആൾക്കാര് വിചാരിക്കുകയും പിന്നീട് ഈ അയ്യൂബ് അലൈഹിസ്സലാമയുടെ ഈ ഭാര്യ ബീവി അവർക്ക് ജോലി നൽകുന്നതിൽ നിന്ന് എല്ലാവരും പരസ്പരം തടയുകയും ചെയ്തു. അങ്ങനെ ഇവർക്ക് ജോലി കണ്ടെത്താൻ പറ്റിയില്ല. അതിലൂടെ അവർക്ക് കിട്ടിയിരുന്ന ഭക്ഷണവും മുടങ്ങി. അങ്ങനെ ഒരിക്കല് ഇവര് ഒരു വഴി കണ്ടെത്തി. അവർ വലിയ വലിയ വീട്ടുകളിലെ പെൺകുട്ടികളെ സമീപിച്ച് അവരുടെ പകുതി മുടി അവർക്ക് നല്ല ഭക്ഷണത്തിന് പകരം നൽകാം എന്ന് എന്താ പറയാ അവരെ പ്രലോഭിപ്പിച്ച് അവരെ മുടി വിൽക്കുകയും അങ്ങനെ ഭക്ഷണം വാങ്ങുകയും ചെയ്തു. ഈ ഭക്ഷണമായിട്ട് വീട്ടിലെത്തിയപ്പോൾ അയ്യൂബ് അലൈഹിസ്സലാം ചോദിച്ചു, നിനക്ക് എവിടുന്ന് കിട്ടി ഇത്ര ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒരു വർക്ക് കണ്ടുപിടിച്ചു, അങ്ങനെയാണ് ഈ ഒരു ഭക്ഷണം കിട്ടിയെന്ന് അദ്ദേഹത്തെ ഇവര് കൺവിൻസ് ചെയ്യുകയും അന്ന് ഭക്ഷണം കഴിച്ചു. പിന്നീടും വീണ്ടും പട്ടിണിയായപ്പോൾ വീണ്ടും അവരുടെ ബാക്കി റിമൈനിങ് മുടി അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് വിൽക്കുകയും വീണ്ടും നല്ല ഒരു ഭക്ഷണ തളികയായി തിരിച്ചെത്തിയപ്പോൾ അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല, നീ എന്താണ് ചെയ്തത് എന്ന് പറയാതെ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ തലയിൽ നിന്ന് ആ ഒരു ഖിർ മാറ്റുകയും ഒരു ഫുൾ മുഹല്ലഖായിട്ട് അയ്യൂബ് അലൈഹിസ്സലാം, അതായത് ഫുൾ ഷേവ്ഡ് ആയിട്ട് അയ്യൂബ് അലൈഹിസ്സലാം അവരെ കാണുകയും ചെയ്തു. വളരെയധികം ഈ ഒരു അവസ്ഥയിൽ വിഷമിച്ചു പോയ അയ്യൂബ് അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്, സഹോദരിമാരെ, റബ്ബി അന്നി മസ്സനി അദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. റബ്ബി, എന്റെ റബ്ബേ, അന്നി, അതായത് എനിക്ക്, മസ്സനി അദ്ദുർ, ദുർറ് ബാധിച്ചിട്ടുണ്ട് റബ്ബേ. എനിക്ക് ഒരു ബുദ്ധിമുട്ട്, വിഷമം, വേദന, ഞെരുക്കം അത് ബാധിച്ചിട്ടുണ്ട്. വഅൻത അർഹമുർ റഹീമീൻ, നീയോ കാരുണ്യവാന്മാരിൽ ഏറ്റവും കാരുണ്യവാനാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് നമ്മളുടെ ആവലാതി വേവലാതികളൊക്കെ പറഞ്ഞ് ക്ഷമ നശിഞ്ഞ് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ അയ്യൂബ് അലൈഹിസ്സലാം നിഅമൽ അബ്ദ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പറ്റി പറയുന്നത്. നിഅമൽ അബ്ദ്, എന്തൊരു സുബ്ഹാനല്ലാഹ്, എന്തൊരു ഗ്രഹീതമായ വിശേഷണമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറ സ്വാദില് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഓർക്കൂ, വദ്കുർ അബ്ദന, എന്റെ അബ്ദിനെ പറ്റി നിങ്ങൾ ഓർക്കൂ, അയ്യൂബ് എന്ന നമ്മുടെ അടിമയെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ചിന്തിക്കുക. ഇതിനാദാ റബ്ബുഹു, അവനവന്റെ റബ്ബിനോട് വിളിച്ചു പറഞ്ഞു, അന്നി മസ്സനിയ ശൈത്താൻ ബിനുസുബിൻ വഅദാബിൻ, ഈ ശൈത്താൻ എന്നെ നുസ്ബ് കൊണ്ടും എന്നെ അവശത കൊണ്ടും അദാബ് എന്നെ ബുദ്ധിമുട്ട് കൊണ്ടും ഇടങ്ങേറാക്കുന്നു യാ റബ്ബ്. എനിക്കത് വന്ന് ഭവിച്ചിട്ടുണ്ട്. അതായത് ശൈത്താൻ ഇത് കോസ് ചെയ്തു എന്നല്ല, ഈ ഒരു വിഷമവും എൻ്റെ ഈ ഒരു വ്യാധിയും ഈ ഒരു ഞെരുക്കവും ഒക്കെ ഉള്ളപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട്, അതായത് എൻ്റെ സമ്പത്തും മക്കളും എല്ലാം നഷ്ടപ്പെട്ടു റബ്ബേ, എനിക്ക് ചർമ്മരോഗമൊക്കെയാണ്, പക്ഷെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ ശൈത്താന്റെ ഉപദ്രവമാണ് റബ്ബേ. ശൈത്താൻ എന്നെ
വളരെയധികം ഞെരുക്കം കൊണ്ടും എൻ്റെ മനസ്സിനെയും എൻ്റെ എൻ്റെ ചിന്തകളെയും ഒക്കെ ഷെയ്ത്താൻ നിന്നെ നിന്നെ എന്താ പറയാ നിന്നെ ശുക്ർ ചെയ്യുന്നതിൽ നിന്ന് എന്നെ ഞെരുക്കുന്നു റബ്ബേ. ഇതെനിക്ക് വലിയ അതാപായിട്ട് തോന്നുന്നു റബ്ബേ. എനിക്ക് ഈ ഷെയ്ത്താന്റെ ഈ ഒരു വസ്വസ, ഈ ഒരു ഉപദ്രവം എനിക്ക് വലിയ ഒരു പണിഷ്മെന്റ് ആയിട്ട് തോന്നുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യൂബ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പറയുകയാണ്. അതേപോലെ തന്നെ വേറെ ഒരു ഇൻസിഡന്റിൽ പറയുകയാണ്, അയ്യൂബ് അലൈഹിസ്സലാമയുടെ 2 സഹോദരങ്ങൾ ഇടക്കിടക്ക് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തിരുന്നു എന്ന് നമ്മൾക്ക് അറിയാമല്ലോ. അങ്ങനെ എന്ന് പറഞ്ഞിരുന്നുവല്ലോ. അങ്ങനെ അവര് ഇടക്കിടക്ക് വരും. പക്ഷെ അവരുടെ അടുത്തൊന്നും, അയ്യൂബ് അലൈഹിസ്സലാമയുടെ അടുത്തൊന്നും വരില്ല. എന്നുവെച്ചാൽ ആ ഒരു ദുർഗന്ധം ആർക്കും സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഒരു ദിവസം ഒരുത്തൻ മറ്റേ ആളോട് പറഞ്ഞു, അള്ളാഹു അയ്യൂബിൽ എന്തെങ്കിലും ഒരു നന്മ കണ്ടിരുന്നെങ്കിൽ ഇത്രയൊരു ഒരു ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഇത്രയൊരു വ്യാധി അവനെ കൂടുമായിരുന്നില്ല. അതായത് അയ്യൂബിൽ ഒരു നന്മയും അള്ളാഹു കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇത് അയ്യൂബ് അലൈഹിസ്സലാം കേൾക്കാൻ ഇടയാവുകയും അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹ് ഞാൻ എല്ലാ രാത്രിയും നിന്നെ തൃപ്തിപ്പെടാൻ വേണ്ടിയല്ലേ യാ അല്ലാഹ് ഞാൻ ചിലവഴിച്ചിട്ടുള്ളത്. അള്ളാഹുവെ, ആരെങ്കിലും പട്ടിണിയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടോ യാ റബ്ബ്? നിന്നെ തൃപ്തിപ്പെടാത്തതല്ലാത്ത ഏതെങ്കിലും കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ യാ റബ്ബ്? എല്ലാവരും എന്താ പറയാ വെൽ ഡ്രസ്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലേ യാ റബ്ബ് ഞാൻ വസ്ത്രം എടുത്തിട്ടുള്ളൂ യാ റബ്ബ്? നീ ഇതെനിക്ക് പറഞ്ഞതാ യാ റബ്ബ്. ഈ വസ്വസകളും ഈ ശൈത്താന്റെ ഉപദ്രവങ്ങളൊക്കെ എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നു യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരിക്കല് അതായത് ഈ ഭാര്യ അദ്ദേഹത്തെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ ഇരുത്തിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ഇവർ തിരിച്ചു വരുന്നില്ല. അങ്ങനെ ഒരു ഭാര്യക്ക് ഭയങ്കര ഒരു എന്താ പറയാ അസ്വസ്ഥത, എന്ത് പറ്റി ഇതുവരെയും വന്നില്ല എന്ന് വെയിറ്റ് ചെയ്തു. റിവായത്ത് പറയുകയാണ്, ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ആയ ഇറങ്ങിയത്. ഇത് ഫസ്തജബ്നാ ലഹു വകശഫ്നാ ബിഹി മിൻ ദുർ. അള്ളാഹു അയ്യൂബിന് ഉത്തരം നൽകി, അവന്റെ ദുർറ എല്ലാം മാറ്റിക്കൊടുത്തു. ഇർഖുദ് ബിരിജ്ലിക, നീ നിന്റെ കാൽപാദങ്ങൾ കൊണ്ട് നീ അടിക്കൂ, സ്റ്റാമ്പ് ചെയ്യൂ, ചവിട്ടു. ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബുൻ, അതിൽ നിന്ന് ഒരു ഉറവ പുറപ്പെടും. അത് നിനക്ക് അതിൽ നിന്ന് എന്താ പറയാ അത് തണുപ്പുള്ളതാണെന്ന് എനിക്കതിൽ കുളിക്കാനും നീ അതിൽ നിന്ന് കുളിച്ചുകൊള്ളുക, നീ അതിൽ നിന്ന് കുളിച്ചുകൊള്ളുക. ഇത് നിനക്ക് നിന്റെ എല്ലാ എന്താ പറയാ ദുറിൽ നിന്നുള്ള ഷിഫയാണ്. വവഹബ്നാ ലഹു, അങ്ങനെ അദ്ദേഹം റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്തു. അഹ്ലഹു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ, വമിസ്ലഹും മഅഹും, അതോടൊപ്പം തന്നെ അത്ര തന്നെ വീണ്ടും കൊടുത്തു. റഹ്മത്തൻ മിന്ന, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തായിരുന്നു അത് വദിക്റാ ലിഉലിൽ അൽബാബ്. ആൻഡ് ഈ ഒരു പരീക്ഷണം ചിന്തിക്കുന്നവർക്കൊക്കെ ദൃഷ്ടാന്തമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറ അംബിയായിൽ പറയുന്നു, വസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ, എല്ലാ ദുർറും അതിന് ഷിഫ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി. എല്ലാ ദുർറും റബ്ബ് മാറ്റിക്കൊടുത്തു. ഫകശഫ്നാ, എല്ലാം മാറ്റിക്കൊടുത്തു. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും, എത്രയോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം, അതും അതേപോലെ തന്നെ വീണ്ടും, അതായത് ഇരട്ടിപ്പിച്ചു കൊടുത്തു. റഹ്മത്തൻ മിൻ ഇൻദിനാ, എന്നിൽ നിന്നുള്ള റഹ്മയാണ്. വദിക്റാ ലിൽ ആബിദീൻ, എല്ലാ ആബിദീങ്ങൾക്കും, അള്ളാഹുവിന്റെ അടിമകൾക്കും ഇതൊരു ദിക്റയാണ്, അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. സുബ്ഹാനല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് പറയപ്പെടുന്നു. അങ്ങനെ ഈ ഭാര്യ
സമയം കുറെ ആയിട്ടും കാണാതായപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുകയും അവിടെ ഒരു സുന്ദരനായ ഒരു ഒരു അടിമയെ കണ്ടപ്പോൾ ഈ ഒരു ഭാര്യ ചോദിച്ചു, യാ ആ, യാ ബഷർ, ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു വയസ്സായ ആ ഒരു വളരെ ക്ഷീണിതനായ ആ ഒരു മനുഷ്യൻ, ആ, അദ്ദേഹം എവിടെ എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അയ്യൂബ് എന്ന് പറഞ്ഞു. അപ്പോ ഈ സ്ത്രീ പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, അല്ലയോ അള്ളാഹുവിന്റെ അടിമ, നീ എന്നോടൊപ്പം തമാശ പറയുകയാണോ? എവിടെയാ മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബ് സുബ്ഹാനഹു വ തആല എൻ്റെ എല്ലാ ഇതും മാറ്റിയിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഷബാബ്, ആ ഒരു യുവത്വം തിരിച്ചു നൽകുകയും ആ സ്ത്രീക്കും അവർക്കും അവരുടെ യുവത്വം തിരിച്ചു കൊടുക്കുകയും അവർ വീണ്ടും പ്രസവിച്ചു എന്നുള്ളതാണ് ഹദീസുകളില് നമ്മൾക്ക് കാണാൻ പോകുന്നത്. റദ്ദല്ലാഹു ഇലൈഹ ശബാബിഹ വസാദഹ ഹത്താ വലദത് ലഹു 26 വലദ ദിക്റ. അതായത് 16 മക്കൾക്ക് വീണ്ടും ആൺമക്കൾക്ക് വീണ്ടും ജന്മം നൽകി എന്നാണ് സുബ്ഹാനഹു വ തആല പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു കഥയില് കുറെ പാഠങ്ങളാണ് സഹോദരിമാരെ നമ്മൾക്ക് ലഭിക്കുന്നത്. കുറേ അധികം പാഠങ്ങൾ നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പാഠങ്ങൾ. സുബ്ഹാനല്ലാഹ്. അതോടൊപ്പം തന്നെ സൂറ സ്വാദില് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൂടെ പറയുന്നു, വഖുദ് ബിയദിക ളിഅസൻ വദ്രിബ് ബിഹി വലാ തഹ്നസ്. അതായത് ഇന്ന വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദ് ഇന്നഹു അവ്വാബ്. അതായത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്ന വജദ്നാഹു സാബിറൻ, അയ്യൂബിനെ വളരെയധികം ക്ഷമാശീലനായിട്ടാണ് നമ്മൾക്ക് കാണാൻ പറ്റിയത്. നിഅമൽ അബ്ദ്, എന്തൊരു അനുഗ്രഹീതനായ ആബിദാണത്. ഇന്നഹു അവ്വാബ്, എപ്പോഴും ഒരു അവ്വാബ്, അതായത് എപ്പോഴും അള്ളാഹുവിലേക്ക് തിരിയുന്നവനായിട്ട്, ഓടിയടക്കുന്നവനായിട്ട് ഞാൻ അവനെ കണ്ടു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു ശപഥം അയ്യൂബ് അലൈഹിസ്സലാം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് എന്നെങ്കിലും എൻ്റെ ഭാര്യ ഞാൻ ശരിയാവുകയാണെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ ആരാണോ, അത് ക്ലിയർ അല്ല ആരെയാണ് അത് അടിച്ചെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ശൈത്താനിന്റെ ഒരു കാര്യം പ്രേരിപ്പിച്ചതിന് വേണ്ടിയാണെന്ന് പറയുന്നു. അല്ല, തലമുടി ഫുള്ളായിട്ട് വടിച്ചു കളഞ്ഞപ്പോൾ വിഷമിച്ചിട്ട് അയ്യൂബ് പറഞ്ഞു, എന്താ നീ ചെയ്തത്? എൻ്റെ അസുഖം മാറുകയാണെങ്കിൽ ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിന്നെ 100 പ്രാവശ്യം അടിക്കുമെന്ന് പറയുന്നു. അതല്ല, ഇനി വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അതിനു വേണ്ടിയാണോ എന്നറിയില്ല. എന്തായാലും അയ്യൂബ് അലൈഹിസ്സലാം ഇങ്ങനെയൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു. പിന്നീട് പ്രതിജ്ഞ നിറവേറ്റാൻ സമയമായപ്പോൾ, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു അസുഖം മാറിയപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രതിജ്ഞ അത് എന്താണെങ്കിലും നിറവേറ്റും. എന്നാൽ ആ പ്രതിജ്ഞ അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുത്തു. ഈ 100 പ്രാവശ്യം അടിക്കുന്നതിന് പകരം 100 പുല്ലിന്റെ ആ ഒരു എന്താ പറയാ, പുല്ല് 100 സ്റ്റോക്സ് ഓഫ് പുല്ലെടുത്തിട്ട് അതുകൊണ്ട് ഒരു അടി അടിക്കാൻ പറഞ്ഞു. പ്രിയ സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെന്ന് പറഞ്ഞാല് നമ്മളുടെ ജീവിതത്തിൽ ഏതൊരു ഘട്ടത്തിലും പ്രവാചക ചരിത്രം എപ്പോഴും നമ്മൾക്ക് ഒരു ആശ്വാസമാണ്. നമ്മൾക്ക് പിന്നീടും ഇത് റസൂലുള്ളാഹി ഖുർആനിലെ ആയത്ത് അല്ലെങ്കിൽ ഖുർആനിലെ പ്രവാചക പാഠങ്ങൾ ആദ്യം ആശ്വാസം നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബാക്കൾക്കുമാണ്. ഏതൊരവസ്ഥയിലും നമ്മൾക്കറിയാം, നമ്മൾക്ക് പ്രവാചകന്മാരിലും അതേപോലെ തന്നെ സഹാബാക്കളിലും അതേപോലെ തന്നെ ശുഹദാക്കളിലും സ്വാലിഹീങ്ങളിലും നമ്മളുടെ പണ്ഡിതന്മാരിലും ഒക്കെ നമ്മൾക്ക് കുറേയധികം എക്സാമ്പിൾസ് ഉണ്ട്. അതായത് ഇമാം അഹമ്മദിലെ എക്സാമ്പിൾസ് ഉണ്ട്. എത്ര അതായത് പണ്ഡിതന്മാർ ജയിലിൽ അടക്കപ്പെട്ടുമ്പോൾ അവരെന്താ പറയുന്നത്? ഇതാണ് എനിക്ക് പറ്റിയ ഗോൾഡൻ ചാൻസ്, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനും. വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത് സഹോദരിമാരെ അത് ജയിലറകളിൽ വെച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും കൂടുതൽ ഖുർആനിനെ പഠിച്ചതും അള്ളാഹുവിനോട് അടുത്തതും
ഈ ജയിലറകളിലും അതേപോലെ ഒറ്റപ്പെട്ടിട്ടുള്ള അവസ്ഥകളിലൊക്കെയാണ് സുബ്ഹാനല്ലാഹ് നമ്മളെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നതും ശൈത്താനുമായിട്ട് അകന്നതും ഈ ഒറ്റപ്പെടുന്ന അവസ്ഥകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും നമ്മൾക്ക് പ്രവാചക ചരിത്രത്തിലും ഖുർആനിലെ ആയത്തുകളിലും പാഠമാണ്. ഏറ്റവും ഏറ്റവും അശദ്ദുന്നാസി ബല അലംബിയ, ഏറ്റവും മനുഷ്യന്മാരിൽ വെച്ചിട്ട് ഏറ്റവും ശിദ്ധത്തോടു കൂടി ഏറ്റവും സ്ട്രോങ് ആയിട്ട് ശക്തിയായിട്ട് പരീക്ഷിക്കപ്പെടുന്നത് അല്ലംബിയ ആണ്. സുമ്മ പിന്നീട് അസ്വാലിഹ്യങ്ങളാണ്. സുമ്മ അൽ മിസ്ൽ പിന്നീട് അവരെക്കാൾ അവരോട് അടുത്തുള്ളവർ, പിന്നീട് അവരോട് അടുത്തുള്ളവർ. നമ്മുടെ ഈമാനാണ് സഹോദരിമാരെ. നമ്മളുടെ ഈമാനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ പരീക്ഷണം. നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് അടുത്താണ് അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും നമ്മളുടെ പരീക്ഷണങ്ങൾ. സുബ്ഹാനല്ലാഹ്, അയ്യൂബ് അലൈഹിസ്സലാം എല്ലാം കൊണ്ടും പരീക്ഷിക്കപ്പെട്ടു എക്സെപ്റ്റ് ഫോർ അദ്ദേഹത്തിന്റെ ഖൽബും അദ്ദേഹത്തിന്റെ നാക്കും. ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം എന്താ പറയാ എന്താ പറയാ ബുദ്ധിമുട്ട്, രോഗബാധിതനായില്ല അദ്ദേഹം. ഈ നാക്കും ഹൃദയവും ഒഴികെ അത് അദ്ദേഹം യൂസ് ചെയ്തത്, അദ്ദേഹം ആ ഒരു സമയത്ത് സ്പെൻഡ് ചെയ്തത് അള്ളാഹുവിനോടുള്ള അദ്കാറുകൾ കൊണ്ടും ദിക്ർ കൊണ്ടും ദുആകൾ കൊണ്ടും അദ്കാറുകൾ കൊണ്ടുമാണ്. രാത്രിയും രാവിലെയും ബുക്രത്തൻ വാസി, എപ്പോഴും എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം ചിലവഴിച്ചത്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് അയ്യൂബ് അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ എന്തെന്ന് വെച്ചാല്, തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അത് തീർച്ചയാണ്. റബ്ബ് ചോദിക്കുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, നിങ്ങൾ ആമന്ന, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് നിങ്ങൾ പ്രവേശിക്കപ്പെടുമെന്ന്, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്? ഇല്ല, ഒരിക്കലുമില്ല. തീർച്ചയായും നമ്മൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അത് മരണം കൊണ്ടാകാം, അത് ബുദ്ധിമുട്ട് കൊണ്ടാകാം, അത് നഷ്ടങ്ങൾ കൊണ്ടാകാം. നമ്മൾ അപ്പോഴൊക്കെ ആലോചിക്കേണ്ടത് അയ്യൂബ് അലൈഹിസ്സലാം ചെയ്ത പോലെയാണ്. 70 വർഷം ഇത്ര സമൃദ്ധിയിൽ റബ്ബ് എന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അറ്റ്ലീസ്റ്റ് ഒരു 70 വർഷമെങ്കിലും ഈ ബുദ്ധിമുട്ടില് ഞാൻ ക്ഷമിക്കണ്ടേ? എന്നിട്ടല്ലേ എനിക്ക് എൻ്റെ റബ്ബിനോട് എന്തെങ്കിലും പറയാനുള്ളൊരു അർഹതയുള്ളൂ. സുബ്ഹാനല്ലാഹ്, നിഅമൽ അബ്ദ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അനുഗ്രഹീതനായ ഒരു അബ്ദ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നമ്മൾക്കുള്ള ഒരു പരീക്ഷണമാകാം. അല്ലാഹു തന്നുകൊണ്ടും തരാതെയും നമ്മളെ പരീക്ഷിക്കാം. നമ്മൾ അറിയണം എങ്ങനെയാണ് ഈ ഒരു പരീക്ഷണം നമ്മളെ എങ്ങനെയാണ് നമ്മൾക്കിത് പരീക്ഷണമാണോ ഇല്ലയോ എന്നറിയുന്നത്, അല്ലെങ്കിൽ അനുഗ്രഹമാണോ അല്ലെങ്കിൽ നമ്മൾക്കുള്ള ശിക്ഷയാണോ നമ്മൾക്ക് തന്നിട്ടുള്ളത്, നമ്മൾ അനുഭവിക്കുന്നത് നമ്മളുടെ അനുഗ്രഹമാണോ ശിക്ഷയാണോ എന്ന് നമ്മൾക്ക് എങ്ങനെ അറിയാം? നമ്മളുടെ ഒരു അനുഗ്രഹം, ഒരു റബ്ബ് തന്നിട്ടുള്ള ഒരു ഫദ്ല്, അത് നമ്മളെ റബ്ബിനോട് അടുപ്പിക്കുകയാണെങ്കിൽ അത് അനുഗ്രഹമാണ്. റബ്ബിൽ നിന്ന് നമ്മളെ റബ്ബിനോട് എന്താ പറയാ അടുപ്പിക്കാതിരിക്കുകയും നമ്മൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയും നമ്മൾ ഷെയ്ത്താനുമായിട്ട് അടുക്കുകയും അള്ളാഹുവിനെ വിസ്മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മളുടെ ശിക്ഷ. അതെന്തുമാകാം. നമ്മളുടെ ധനമാണ് നമ്മൾ റബ്ബിൽ നിന്ന് മറപ്പിക്കുക. നമ്മുടെ ബിസിനസ്സുകാരനെ നമുക്ക് റബ്ബിനെ കുറിച്ച് ഓർക്കാൻ സമയമില്ലെങ്കിൽ അത് നമ്മൾക്കുള്ള പരീക്ഷണമാണ്, നമ്മൾക്കുള്ള ശിക്ഷയാണ്. അതേസമയം നമ്മളുടെ ധനം അല്ലെങ്കിൽ നമ്മളുടെ സമയം, നമ്മളുടെ ബുദ്ധി, നമ്മളുടെ മക്കള്, നമ്മളെ ബന്ധുമിത്രാദികൾ, ഇതെല്ലാം നമ്മളെ റബ്ബിനെ കുറിച്ച് കൂടുതൽ ഓർമ്മിപ്പിക്കുകയും അടുപ്പിക്കുകയുമാണ് സഹോദരിമാര് ചെയ്യുമെങ്കിൽ റബ്ബിന്റെ അനുഗ്രഹമാണ് റബ്ബ്. അൽഹംദുലില്ലാഹ്. എന്താണെങ്കിലും ഈ ലോകത്ത് ഇത് ദാറുൽ ഇബ്തിലാണ്, ഇത് പരീക്ഷണങ്ങളുടെ ഗേഹമാണ് ഈ ദുനിയാവ്. നമ്മൾക്ക് വരുന്നതെല്ലാം പരീക്ഷണങ്ങളാണ്. അത് അനുഗ്രഹമാക്കി മാറ്റാനും നമ്മൾക്കുള്ള ശിക്ഷയാക്കി മാറ്റാനും നമ്മൾക്കാണ് അതിന്റെ പവർ ഉള്ളത്. നമ്മൾ റബ്ബിനോട് ചോദിക്കുകയാണ് ഈ അനുഗ്രഹം തരണേ എന്ന് പറഞ്ഞാൽ റബ്ബ് നമ്മൾക്ക് അനുഗ്രഹമാക്കി തരും. അത് റബ്ബിനെ മറക്കുകയും റബ്ബിനോട് ഫുൾ ടൈം ആവലാതി വേവലാതി, അള്ളാഹുവിനോട് കംപ്ലൈന്റ് ചെയ്യാണ്ട് അള്ളാഹുവിനെ പറ്റി നമ്മൾ പരാതികൾ പറയുകയാണെങ്കിൽ
നമ്മൾ ഈ ഈ ഈ ദാറുൽ ഇബ്തില, ഈ ദുനിയാവും പോയി, അടുത്ത ദുനിയാവും പോയി. നമ്മള് ഈ ദുനിയാവ് ഇത് പരീക്ഷണങ്ങളുടെ ദുനിയാവാണ്. നമ്മൾക്ക് വേണ്ടത്, നമ്മൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ വേണ്ടത് എവിടെയാണ്? വിഭവങ്ങളൊക്കെ വേണ്ടത് നാളെ ആഖിറത്തിലാണ്. അപ്പോൾ ഈ ഒരു ദുനിയാവിൽ നമ്മള് നാളെ ആഖിറത്തിന് വേണ്ടി നയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് പരീക്ഷണമാണ് വരുന്നത് എന്ന് നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നെ ഇങ്ങനെയായിരിക്കും പരീക്ഷിക്കുക, അപ്പൊ എന്നെ അങ്ങനെയായിരിക്കും പരീക്ഷിക്കുക. അയ്യൂബ് അലൈഹി സ്വലാം ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം വന്ന് എന്നെ പരീക്ഷിക്കണേ എന്ന് ദുആ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്റെ പരീക്ഷണം ഇങ്ങനെ ആയിരിക്കുമെന്ന് അസ്യൂം ചെയ്തിട്ടില്ല, ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. പരീക്ഷണങ്ങൾ അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന പരീക്ഷണങ്ങളല്ല നമ്മൾക്ക് വരുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുക. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ ആ ഒരു ഹബിലിനെ, അതിനെ പിടിച്ച് അത് കൈവിടാതെ മുറുകെ പിടിക്കുക. സുബ്ഹാനല്ലാഹ്. ഇനി വേണ്ടത് സബർ. സബർ എന്ന് പറഞ്ഞാൽ ക്ഷമ എന്നുള്ളത് എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടത്? ഈ ഒരു ക്ഷമ എന്ന് പറയുന്നത് എല്ലാം ക്ഷമിച്ച് മിണ്ടാതിരിക്കലല്ല. ഇതെല്ലാം എൻ്റെ റബ്ബിൽ നിന്നാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു അവസ്ഥ എങ്ങനെ എനിക്ക് മുതലാക്കാം, അതാണ് സബർ. സുബ്ഹാനല്ലാഹ്. അതായത് ഇത്ര അസുഖം വന്നിട്ട് പോലും സുബ്ഹാനല്ലാഹ് അതെങ്ങനെ മുതലാക്കാം, കൂടുതൽ കൂടുതൽ അള്ളാഹുവിനോട് അടുക്കുകയും ദിക്ർ ചെയ്യുകയാണ് ഉണ്ടായത്. ഒരിക്കൽ പോലും സുബ്ഹാനല്ലാഹ് ഒരിക്കൽ പോലും ഒരു പരാതിയോ ഒരു പരിഭവമോ റബ്ബിനോട് പറയാതെ ഏറ്റവും നിഅമൽ അബ്ദ് എന്ന ഒരു സ്ഥാനത്തേക്ക് അയ്യൂബ് അലൈഹിസ്സലാം വെച്ചടി കയറുകയാണ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾക്കൊരു വലിയൊരു മിസാല്. അതായത് അയ്യൂബ്, പല പ്രവാചകന്മാർക്കും പല പരീക്ഷണങ്ങളും വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ ഒരു പരീക്ഷണത്തിലൂടെ അയ്യൂബ് അലൈഹിസ്സലാം സബറിന്റെ ഒരു മാതൃകയായി മാറുകയാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഈ അയ്യൂബ് അലൈഹിസ്സലാമയുടെ ഭാര്യ, സുബ്ഹാനല്ലാഹ്, അവരും ഈ ഒരു അവസ്ഥയില് വിട്ടുപോകാതെ ആ ഒരു ഇണയ്ക്ക് വേണ്ടി അവരവരുടെ എന്തൊരു അവസ്ഥയിലായിരിക്കും, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സന്റെ വൈഫ് എന്തൊരവസ്ഥയിലായിരിക്കും അവര് പിന്നീട് അവരുടെ ഹസ്ബൻഡിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കൂലിക്ക് പണിക്ക് പോയ ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അവിടെ പിടിച്ചു നിൽക്കുകയാണ്, അതായത് സബറാ ചെയ്തത് അവര്. ഓക്കെ അയ്യൂബ്, നമ്മൾക്ക് ഫുഡില്ല കേട്ടോ, ഒരു രക്ഷയില്ല, ആരും ചോദിച്ചിട്ട് നൽകുന്നില്ല, നമുക്ക് പട്ടിണി കിടന്ന് ചാകാം. അതല്ല അതല്ല സുബ്ഹാനല്ലാഹ് അവരെടുത്ത ആറ്റിറ്റ്യൂഡ്. അവർ പണിക്ക് പോയി, ലാസ്റ്റ് ഒരു പണിയും കിട്ടില്ല, എന്നെ ആരും അടുപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ എന്തുണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ല മുടിയാണ്, ആ മുടി വിൽക്കാം. സുബ്ഹാനല്ലാഹ്. എന്തൊരു ബോൾഡായ തീരുമാനമാണ്. സുബ്ഹാനല്ലാഹ്. റബ്ബ് സ്വർഗത്തിൽ എന്ത് ഉന്നത സ്ഥാനമായിരിക്കും അവർക്കൊക്കെ നൽകിയിട്ടുണ്ടാവുക. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ ഈ ഒരു ദുനിയാവ് അവര് എന്താ പറയാ, ഒരു ചിന്തിക്ക പോലും ചെയ്യാതെ ഈ ദുനിയാവ് അങ്ങ് വേണ്ടാന്ന് വെച്ചോ. സുബ്ഹാനല്ലാഹ്. ആഖിറത്തിന് വേണ്ടി. അല്ലാഹു അക്ബർ. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ദുനിയാവ് വീണ്ടും കൊടുത്തു എന്നുള്ളതാണ്. അവർക്ക് നേരത്തെ എത്ര ഉണ്ടായോ, നമ്മൾ വിചാരിക്കാത്ത ഒരു ഒരു റിട്ടേൺ ആയിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഇവിടെയും കിട്ടി അവർക്ക്. സുബ്ഹാനല്ലാഹ്. നാളെ അവിടെ. മൂന്ന് ദുആ. എപ്പോഴും റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ദുആ അത് റബ്ബ് എപ്പോഴും കേൾക്കുന്നവനാണ്. നമ്മൾ എന്താണോ ദുആ ചെയ്യുന്നത് ചിലപ്പോൾ അതേപോലെ കിട്ടണം എന്നില്ല. നമ്മൾക്കറിയാമല്ലോ, ഒരു ദുആ റബ്ബ് സ്വീകരിക്കുന്നത് ഇങ്ങനെ മൂന്നിലൊരു രൂപത്തിലായിരിക്കും. ഒന്നില്ലെങ്കിൽ അതിന് ഉടനെ ഉത്തരം നൽകും, അല്ലെങ്കിൽ പിന്നീട് ഉത്തരം നൽകും, അല്ലെങ്കിൽ ഉത്തരം നൽകാതെ അതിനുള്ള പ്രതിഫലം നാളെ നൽകും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കും. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മളേക്കാൾ
താഴെയുള്ളവരെയാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾക്ക് മുന്നിലെ വളരെ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ മുൻപിൽ വളരെ ലാവിഷായിട്ട് അടിപൊളിയായിട്ട് റീൽസിലൊക്കെ കാണുന്ന, ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ആ ഒരു അവരെന്താണോ നമ്മളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം കണ്ടല്ല നമ്മൾ അസൂയപ്പെടേണ്ടത്. ബെല്ലിക്ക് നമ്മൾക്ക് താഴെയുള്ളവരെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾക്കൊരു അസുഖം വന്നാൽ നമ്മളെക്കാൾ അസുഖബാധിതനായിട്ടുള്ള, നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിച്ച, നമ്മൾക്കൊരു സാമ്പത്തിക ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ ഞെരുക്കമുള്ള വ്യക്തികളെ നോക്കുക. സുബ്ഹാനല്ലാഹ്, നമ്മുടെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് തിരിച്ചു പോവുക. സുബ്ഹാനല്ലാഹ്. അല്ലാണ്ട് നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വന്നാല് നമ്മൾ പണ്ട് എന്തായിരുന്നു, നമ്മൾക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇല്ലല്ലോ, നമ്മളിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടല്ലോ, എന്തൊരു കുരുക്കിലാണ് ഞാൻ പെട്ടിട്ടുള്ളതെന്നോ, അള്ളാഹു നാളെ എനിക്കൊരു രക്ഷയില്ലെന്നൊക്കെ പറഞ്ഞ് ഡെസ്പൈ എന്താ പറയുക, ഡിപ്രഷനിലേക്ക് പോയി സ്വന്തം ജീവിതം ഹനിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ജീവിതം റബ്ബ് നമ്മൾക്ക് തന്നിട്ടുള്ള ആ ഒരു ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നോക്കലല്ല. ഇത് എനിക്ക് എൻ്റെ റബ്ബിനോട് അടുക്കാൻ കിട്ടിയ ഒരു ചാൻസ് ആണ്. ഈ ഒരു പരീക്ഷണം ഞാൻ റബ്ബിന് കൊടുക്കുന്നത് എൻ്റെ നാളത്തെ ആഖിറത്തിന് വേണ്ടിയാണ്. ഖുർആനായിട്ട് ബന്ധപ്പെടാൻ, കൂടുതൽ കൂടുതൽ കസ്റത്ത് സുജൂദുകൾ വർദ്ധിപ്പിക്കാൻ, അധികരിക്കാൻ, ലൈല് നമ്മളുടെ എന്താ പറയാ രാത്രികൾ, അത് മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, ആ ഒരു സമയത്ത്, അസുഹൂറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് റബ്ബിനോട് കൂടുതൽ 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 അടുത്തുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു പരീക്ഷണ കാലഘട്ടങ്ങളെല്ലാം നമ്മൾക്ക് സ്പെൻഡ് ചെയ്യാം. സുബ്ഹാനല്ലാഹ്, ദുആയിലൂടെ റബ്ബിനോട് അടുക്കാം. പിന്നീട് വേറൊരു കാര്യം, പ്രിയ സഹോദരന്മാരെ, നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ഒരു വല്ലാത്തൊരു ബന്ധമാണ് സഹോദരിമാരെ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾക്കിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വിട്ടിട്ട് പോകുന്ന, എന്തെങ്കിലും ഒരു ന്യൂനത വന്നാൽ വിട്ടിട്ട് പോകുന്ന, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് സ്വന്തം മക്കളെയും ഭർത്താവിനെയും ഒക്കെ വിട്ടിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഭാര്യയെയും മക്കളെയും വിട്ടിട്ട് പോകുന്ന ഇണകളെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊരു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഒരുമിപ്പിച്ച ബന്ധം ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു ഈഗോക്ക് വേണ്ടി, ആരെങ്കിലും ഫാമിലിയിലെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് വേണ്ടി അവസാനിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളെങ്കിലും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയാൻ നേരത്ത് റബ്ബ് പറയുന്ന വലാ തൻസു ഫദ്ലൻ ബൈനക്കും, അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ വലാ തൻസു, നിങ്ങൾ മറക്കരുത്, ഫദ്ലൻ ബൈനക്കും, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ മറക്കരുത്. അതായത് തലാഖുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആയത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമാണത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു പ്രശ്നം വന്നതിന് മുൻപ് നമ്മൾക്ക് ഉണ്ടായ സന്തോഷ നിമിഷങ്ങള്, നമ്മള് പരസ്പരം ആസ്വദിച്ച സന്ദർഭങ്ങള്, നമ്മള് അന്യോന്യം താങ്ങി നിർത്തിയ കാര്യങ്ങള്, നമ്മളുടെ മക്കളുകള്, ഇവരെയൊക്കെ കുറിച്ച് ഓർത്തിട്ട് നമ്മൾ അള്ളാഹുവിന്റെ ആ ഒരു പരീക്ഷണത്തില് നമ്മൾക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രീം കേസസ് അല്ല അവിടെ പറയുന്നത്, ചെറിയ ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടി ഡിവോഴ്സിനെ പറ്റി ആലോചിക്കുന്ന കാര്യങ്ങളെ പറ്റി ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അല്ല. അതേപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മള് സബർ കാണിച്ചാല് നമ്മൾക്ക് റബ്ബ് തരാൻ പോകുന്നത് എത്രയോ വലിയ ഫضലാണ് എന്ന് നമ്മൾക്കറിയാം. ഈ നമ്മൾക്ക് തന്നിട്ടുള്ള ഫضലും നമ്മൾക്ക് അള്ളാഹുവിൽ നിന്നാണെന്ന് അറിയാം. നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഈ ഒരു ഫضൽ, ഈ ഒരു അനുഗ്രഹം നമ്മളിൽ നിന്ന് എടുക്കാൻ ഒരു സെക്കൻഡ് മതി, ഒരു ഹാർട്ട് ബീറ്റിന്റെ സമയം മതി. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മൾക്ക് ഈ ഒരു നമ്മളെ കാത്തിരിക്കുന്ന, അതായത് നമ്മൾ ഈ ഒരു ജീവിതത്തിന്റെ ഈ ഒരു എന്താ പറയാ, നമ്മളുടെ ഈ ഒരു ഇഹലോക ജീവിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക.
റബ്ബ് ഈ ദുനിയാവിലെ നമ്മൾക്ക് റബ്ബ് നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴൊക്കെ സൂറ ഫജ്റിൽ പറഞ്ഞ പോലെ എപ്പോഴൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അവനിക്ക് ആദരവ് നൽകിയോ, അവനെ ആദരിച്ചുവോ, അല്ലെങ്കിൽ അവനക്ക് കൂടുതൽ കൂടുതൽ റിസ്ക് നൽകിയോ, അനുഗ്രഹങ്ങൾ നൽകിയോ, അപ്പോൾ അവൻ പറയും റബ്ബീ അക്രം, എന്നെ ആദരിച്ചു. അതായത് എനിക്ക് എന്താണോ എനിക്ക് അർഹതയുള്ളത് അത് നൽകിയ റബ്ബ് എന്നെ ആദരിച്ചു. പക്ഷെ എപ്പോഴെങ്കിലും റിസ്ഖില്, വിഭവങ്ങളില്, ഭൗതികമായ വിഭവങ്ങളില് അല്ലെങ്കിൽ റിസ്ഖില് ഒരു ഒരു ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക? റബ്ബി അഹാനൻ, അള്ളാഹു എന്നെ നാണം കെടുത്തി, അള്ളാഹു എന്തോ ദേഷ്യം കൊണ്ട് എന്നെ നിന്ദ്യപ്പെടുത്തി, എന്റെ ഒരു കാരണവും തൻ്റെതല്ലാത്ത ഒരു കാരണം, എന്തോ ഒരു കാരണം, തൻ്റെതല്ലാത്ത ഒരു സംഭവം കാരണം റബ്ബ് എന്നെ നിന്ദിച്ചു എന്നാണ് സുബ്ഹാനല്ലാഹ്. ഈ കപടന്മാരും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരൊക്കെ പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. അയ്യൂബ് അലൈഹിസ്സലാമയുടെ ഈ ഒരു ചരിത്രം, അതേപോലെ മറ്റു പ്രവാചകന്മാരുടെ എല്ലാവരുടെയും ചരിത്രം നമ്മൾക്ക് തദ്കിറയാണ്, ഓർമ്മപ്പെടുത്തലാണ്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട സഹോദരിമാരെ ഓർത്തുകൊള്ളട്ടെ. സൂറ സ്വാദിലെ നമ്മൾ ഓതി വെച്ച ആ ഒരു 42-ാമത്തെ ആയത്തിൽ റബ്ബ് പറയുന്നു, ഇർഖുത് ബിരിജുലിക, അതിന്റെ കാല് കൊണ്ട് നീ ചവിട്ടു. ഈ കാല് കൊണ്ട് ചവിട്ടിയതിന് ശേഷമാണ് ആ തണുത്ത ഒരു വെള്ളം അയ്യൂബ് അലൈഹി ഇസ്ലാമയ്ക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള ഒരു വെള്ളം റബ്ബ് ഇറക്കി കൊടുക്കുന്നതിന് മുമ്പ് അയ്യൂബ് അലൈഹി സ്വലാമയോട് പറഞ്ഞു, നീ അത് അടിക്കുക, നീ നിന്റെ കാല് ചവിട്ടുക. മറിയം ബീവി അലൈഹി സ്വലാമയോട്, ഹസ്രത്ത് മറിയം ബീവിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ആ ഈന്തപ്പനയുടെ തടി അത് കുലുക്കുക. മൂസ അലൈഹി സ്വലാമയോട് എന്താ പറഞ്ഞത്? ആ വടി കൊണ്ട് നീ അടിക്കുക. ഏതൊരു സന്ദർഭമായാലും നമ്മൾ എത്ര തന്നെ അശക്തരാണെങ്കിലും നമ്മൾ പ്രവർത്തിക്കണം, നമ്മൾ ചെയ്യണം. നമ്മൾ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കില്ല. ഇത് സുന്നത്താണ്, റബ്ബിന്റെ സുന്നത്താണ്. ദാറ്റ് നമ്മളെ ഏതൊരു പരീക്ഷണത്തിലും, നമ്മൾക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിലും നമ്മൾ കർമ്മനിരതരാകാൻ നമ്മൾ എന്തായിരിക്കണം? എപ്പോഴും റെഡി ആയിരിക്കണം. എന്തൊരു പരീക്ഷണത്തിലും അള്ളാഹ് എന്നെ സഹായിക്കും, അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്യണം, ഞാൻ ഭയങ്കര സബർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ കാത്തിരിക്കുകയല്ല. നമ്മൾക്ക് ഈ ഒരു പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ അന്വേഷിച്ചു പോകണം. അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നുന്ന റബ്ബ് നമ്മൾക്ക് എത്തിച്ചേരി തരുന്ന ഔഹൈന, നമ്മളെ തോന്നിപ്പിക്കുന്ന ആ ഒരു വഴി അത് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ അതിലൂടെ നമ്മൾക്ക് ഈ ഒരു പരീക്ഷണത്തിൽ നിന്നുള്ള ഒരു മഖ്റജ് നമ്മൾക്ക് നൽകും ഇൻഷാ അല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ പ്രതിസന്ധികളും, എല്ലാ പരിമിതികളോടുകൂടിയുള്ള നമ്മളെ എല്ലാ പ്രതിസന്ധികളിലും ശക്തപ്പെടുത്താൻ റബ്ബ് മാത്രം മതി എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم إنك جامع الناس ليوم لا ريب فيه إنك لا تخلف الميعاد. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما يا رب العالمين. ربنا زدنا علما، ربنا زدنا علما، ربنا زدنا علما. ربنا ظلمنا أنفسنا وإن لم تغفر لنا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا
لنكونن من الخاسرين يا رب العالمين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا. ربنا اغفر لنا والإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. وأقول قولي هذا بارك الله لي ولكم واستغفر الله لي ولكم ولسائر المسلمين. السلام عليكم ورحمة الله وبركاته.